നിങ്ങൾ വിശ്വാസിയാണോ? നിങ്ങൾക്കും ഈ പ്രത്യേകതയുണ്ട്. സത്യവിശ്വാസികളായ ആളുകളെ ഇതേപോലെ ഞാൻ സംരക്ഷിക്കും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫു വഅദഹ. അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് അല്ലാഹു ലംഘിക്കൂല. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമഹ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അല്ലാഹുവേ, ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് ലംഘിക്കാത്തവനാണ് നീ. വാക്ക് നൽകിയാൽ ചതിക്കാത്തവനാണ് നീ. അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ വാക്ക് നീ പൂർത്തീകരിക്കണേ അല്ലാ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടാലും ഉറച്ച വിശ്വാസത്തോടെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അക്രമിയാണ്. അല്ലാഹുവേ, ഞാൻ തെറ്റുകാരനാണ്. അല്ലാഹുവേ, ഞാൻ പാപിയാണ്, ദോഷിയാണ്. നീ അല്ലാതെ വേറെ ഇലാഹില്ല. എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ എന്നുള്ള പ്രാർത്ഥന അചഞ്ചലമായ വിശ്വാസത്തോടെ ഒരാൾ ചെയ്താൽ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം ഇല്ലേ ഇല്ല. പക്ഷെ നിങ്ങൾ എന്തുണ്ടാവണം? നിങ്ങൾ സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും അല്ലാഹുവിന്റെ കൂടെ നിൽക്കണം. സന്തോഷമുള്ള സമയത്ത് മുഴുവനും റബ്ബിനെ മറന്നിട്ട് അവസാനം പാലം കടക്കോളം നാരായണ നാരായണ എന്ന് വിളിക്കുക. പാലം കടന്ന എന്ത് നാരായണ കോരായണ എന്ന് വിളിച്ചു പോവാ. ആ പരിപാടി നടക്കൂല. എല്ലാ സമയത്തും അള്ളാഹുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നാണ് അള്ളാഹു പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ സംരക്ഷിക്കൽ നിർബന്ധമാണ്. നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, എന്നെ രക്ഷിക്കുന്നത് എന്റെ റബ്ബാണ്. അത് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവൂല. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹ് എന്നെ സംരക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട്. പറയേണ്ട താമസം കൈകളിൽ നിന്ന് വാള് വീണു. എങ്ങനെ വീണു? നമ്മൾ മുറുകെ പിടിച്ച് ഫോൺ ഇങ്ങനെ വീണെങ്കിൽ എങ്ങനെ വീഴും? ഇത് നിങ്ങൾ വിചാരിച്ചത് വീഴ്ത്താങ്ങയില്ല. പടച്ചോൻ വിചാരിച്ചാൽ ഞാൻ എത്ര ടൈറ്റിൽ പിടിച്ചത് താഴെ വീഴൂലേ? വീഴൂലേ? അതാണ് അല്ലാഹു. ആ റബ്ബിനെ തിരിച്ചറി, ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവും. ഫകദാലിക നുൻജിൽ മുഅ്മിനീൻ. വാള് താഴെ വീണു, നബി തങ്ങൾ രക്ഷപ്പെട്ടു. ഇതാണ് അല്ലാഹു സഹായിക്കുന്നത്. ഇങ്ങനെയാണ്, അത്ഭുതങ്ങളാണ് അല്ലാഹു കാട്ടുന്നത്. ആ ഒരു സഹായം നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅഹ്. നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കൂടെ നമ്മൾ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ്. അഥവാ നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അല്ലാഹുവും നമ്മുടെ കൂടെ നിൽക്കൂല എന്നാണ് ഇതിന്റെ ആശയം. നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അല്ലാഹുവും നമ്മുടെ കൂടെ ഉണ്ടാവൂല. ജയിലിൽ പോയാൽ അവിടെ ബാക്കിയാകും. ജയിലിൽ പോയാൽ അവിടെ ബാക്കിയാകും. വണ്ടിയിൽ കയറിയാൽ ആക്സിഡന്റ് സംഭവിക്കും. കടലിൽ പോയാൽ കടലിൽ അപകടങ്ങൾ ഉണ്ടാകും. അതേപോലെ വിമാനങ്ങളിൽ കയറിയാൽ അവിടെ അപകടങ്ങൾ ഉണ്ടാകും. കച്ചവടങ്ങൾ തുടങ്ങിയാൽ അഭിവൃദ്ധി ഉണ്ടാവൂല. ഇങ്ങനെ നഷ്ടങ്ങളുടെ നൂലാമാലകൾ, പ്രയാസങ്ങളുടെ നൂലാമാലകൾ നമ്മെ വിടാതെ പിന്തുടരും. ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? അള്ളാഹുവിനെ മറക്കുമ്പോൾ അള്ളാഹു നമ്മെ മറക്കും. എന്നാൽ ചില ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കും തോറും, അള്ളാഹുവിലേക്ക് നന്മ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കും തോറും ചില ആളുകൾക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതെന്തിനാണ്? അയാൾ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അയാളുടെ ഈമാനിനെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കും തോറും വീണ്ടും അയാൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും സ്വർഗീയ ലോകത്തുന്നതമായ സ്ഥാനം നൽകാനും വേണ്ടിയിട്ടാണ് ചില നല്ലവരായ ആളുകൾക്ക് അല്ലാഹു ഇടയ്ക്കിടെ പരീക്ഷണങ്ങൾ നൽകുന്നത്. അവരുടെ ഈമാൻ പരീക്ഷിക്കുകയാണ്. എത്രത്തോളം എന്നോട് സ്നേഹമുണ്ട്, എത്രത്തോളം എന്നോട് ബന്ധമുണ്ട്. എന്നാൽ അത്തരം ആളുകൾക്ക് അവസാനമായി വിജയമാണ് ഉണ്ടാവുക. നമ്മൾ വിചാരിക്കും ഇയാൾക്ക് നല്ല ആളാണല്ലേ, നല്ല പരീക്ഷ, രോഗം വന്നു, കടം വന്നു, അതെങ്ങനെ ഇല്ല. അയാൾ അവസാനം അയാൾ വിജയിക്കും. അത്രകാലം പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലാഹു പരീക്ഷിക്കുകയാണ്. അയാൾക്ക് എത്രത്തോളം എന്നോട് സ്നേഹമുണ്ട് എന്ന്, എത്രത്തോളം നിന്നിൽ വിശ്വാസമുണ്ട് എന്ന്. എന്നിട്ട് അവസാനം അയാൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാൾക്ക് അന്തിമമായ വിജയം അല്ലാഹു നൽകും. നേരെ മറിച്ച് മറ്റൊരാൾ അല്ലാഹുമായിട്ട് ബന്ധമില്ല, അയാൾക്ക് നിറയെ പരീക്ഷണങ്ങളാണ്. അയാൾ മരണപ്പെടുന്ന സമയത്തും പരാജയപ്പെട്ടുകൊണ്ടാണ് മരണപ്പെടുക. ദുനിയാവിലെയും പരാജിതനാണ് അയാൾ, ആഖിറത്തിലെയും പരാജിതനാണ്. അല്ലാഹു
അല്ലാഹു നമ്മൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം അല്ലാഹു നൽകട്ടെ. നമ്മൾക്കതാണ് വേണ്ടത്. അതാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാഹ്. അത് ദുആ ചെയ്യണം നമ്മൾ. അല്ലാഹു നമ്മൾക്ക് ദുനിയാവിലും വിജയം തരണം, ആഖിറത്തിലും വിജയം തരണം. ദുനിയാവിൽ പ്രയാസപ്പെടേണ്ടി വന്നാൽ ഒരുപക്ഷേ നമ്മുടെ ഈ ചെറിയ ഈമാൻ കൊണ്ട് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദുനിയാവിലെ പരീക്ഷണങ്ങൾ നമ്മൾക്ക് ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ദാരിദ്ര്യമുണ്ടായാൽ വരെ കാഫിറാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ദേഷ്യം പിടിക്കുന്നവനും കാഫിറാകാൻ സാധ്യതയുണ്ട് എന്നാണ്. ദേഷ്യവും ദാരിദ്ര്യവും ഒരാളെ കാഫിറാക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മഹാന്മാര് പറയുന്നുണ്ട് 4 വിഷയങ്ങളാണ് അവിടെ പറഞ്ഞത്. അതിൽ 2 എണ്ണം, ഒന്ന് പ്രണയമാണ്, 2 ദേഷ്യമാണ്. ദേഷ്യം വന്ന് മാതാവിനെ വധിച്ച ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട്. സ്നേഹം വന്ന് ഒരാൾ അമുസ്ലിമായി ക്രിസ്ത്യാനിയായി മാറിയ ചരിത്രവും പറയുന്നുണ്ട്. അതേപോലെ ദാരിദ്ര്യം, കാദൽ ഫഖ്റു യകൂന കുഫ്റാ, ദാരിദ്ര്യം നിങ്ങളെ കുഫ്റിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാഹ്. അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ. ദുനിയാവിലുള്ള വിജയം എന്താണ്? നല്ല അന്തസ്സായ ജീവിതം, വാഹനമുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, എവിടെയും പ്രയാസങ്ങളൊന്നുമില്ല, നല്ല മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ അല്ലാഹു ആഖിറത്തിലും തരട്ടെ. അല്ലാഹുവിനോട് ദുആ ചെയ്യേ. അല്ലാഹുവിന്റെ സഹായം കിട്ടുന്നത് നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിൽക്കുമ്പോഴാണ്. ഖുർആനുമായി നമ്മൾക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നോക്കണം. 2 മക്കളുടെയും ഒരു ഉമ്മയുടെയും ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് ഒരു വിശകലനം നടത്തണം നമ്മൾ. ഒരു ഉമ്മയും 2 മക്കളും. ഉപ്പ വളരെ നേരത്തെ മരണപ്പെട്ടു പോയതാണ്. ഉപ്പ വളരെ നേരത്തെ മരണപ്പെട്ടു പോയതാണ്. ഒരു ഉമ്മയും 2 മക്കളും. അലിയും സ്വാലിഹും ഒരു ഉമ്മയുടെ 2 മക്കളാണ്. അലിയും സ്വാലിഹും. ഉമ്മ 2 മക്കളെയും വിളിച്ച് രാത്രിയെ 3 ഭാഗമാക്കി. ഉമ്മ പറഞ്ഞു, നമ്മൾക്ക് എന്ത് ചെയ്യാം? എല്ലാ രാത്രിയിലും ഖുർആൻ ഒരു ഖത്തം ഓതി തീർക്കണം. എല്ലാ രാത്രിയിലും ഖുർആൻ ഒരു ഖത്തം ഓതി തീർക്കണം. ഉമ്മമാരെ, നിങ്ങൾ ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ തീരുമാനിക്കും. ഒരു ഖത്തം വേണ്ട. ഇവരൊക്കെ ഉമ്മമാരാണ്. ഈ ഉമ്മമാരെ പോലെ ആയില്ലെങ്കിലും ഇവരുടെ 7 ആലത്തെങ്കിലും നമ്മൾ എത്തണ്ടേ. ഒരു ജുസ് എങ്കിലും ഒരു രാത്രി ഓതി തീർക്കണം എന്ന് തീരുമാനിക്കും. മക്കളെല്ലാം വിളിച്ചിട്ട് ഓതിപ്പിക്കും. ഉമ്മ പറയാണ്, രാത്രിയെ 3 ഭാഗമാക്കി നമ്മൾക്കൊരു ഖത്തം തീർക്കണം. 10 ജുസ് ഞാൻ ഓതാം, അലിയെ 10 നിങ്ങൾ ഓതണം, ഹസനെ 10 നിങ്ങൾ ഓതണം. അങ്ങനെ 3 ആളുകൾ കൂടി ഒരു രാത്രി ഒരു ഖത്തം. ഒരു ദിവസമല്ല, മരണം വരെ അങ്ങനെ ഓതാൻ അവർ തീരുമാനിച്ചു. എല്ലാ ദിവസവും ഉമ്മ 10, അലി എന്നവര് 10, സ്വാലിഹ് എന്നവര് 10. അങ്ങനെ എല്ലാ ദിവസവും ഒരു ഖത്തം പരിശുദ്ധമായ ഖുർആൻ ദിവസവും ആ വീട്ടിൽ ഓതപ്പെടാറുണ്ട്. അങ്ങനെ നിലനിന്ന് പോകുമ്പോഴാണ് പൊടുന്നനെ ഉമ്മ മരണപ്പെട്ടു പോകുന്നത്. ഉമ്മ മരണപ്പെട്ടപ്പോൾ 2 പേരും കൂടി തീരുമാനിച്ചു, ഉമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് ഒരു ഖത്തം ഓതുന്നത് നിർത്തിവെക്കേണ്ട. നമ്മൾക്ക് എന്ത് ചെയ്യാം? ഉമ്മയുടെ 10 നമ്മൾക്ക് ഏറ്റെടുക്കാം. 15 അലി എന്നവരെ നിങ്ങൾ ഓതണം, 15 ഹസൻ എന്നവരോധി. അങ്ങനെ 2 പേര് കൂടി ഒരു ഖത്തം തീർക്കാൻ തീരുമാനിച്ചു. ആദ്യം 3 പേര് ഒരു ഖത്താണ്. ഉമ്മ മരണപ്പെട്ടപ്പോൾ 2 ആളും കൂടി തീരുമാനിച്ചു, ഉമ്മയുടെ 10 ഞങ്ങൾ ഏറ്റെടുക്കാം. കാരണം ഞങ്ങൾ ഓതുന്നത് ഉമ്മക്കല്ല കിട്ടുക. ഈ മക്കൾ ഓതുന്ന ഖുർആൻ പാരായണം കബറിൽ കിടക്കുന്ന ഉമ്മയ്ക്കാ കിട്ടുക. ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ 6000 കണക്കിന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ എല്ലാ ആയത്തുകളുടെയും പ്രതിഫലം കിട്ടുന്നത് ആ ഉമ്മയ്ക്കാണ്. 6000 കണക്കിന് ആയത്തുകൾ, ലക്ഷക്കണക്കിന് ഹർഫുകൾ. ഉമ്മയ്ക്ക് എന്ത് സുഖമാണ് ഖബറിൽ. അങ്ങനെ 15 അലി എന്നവരും 15 ഹസൻ എന്നവരും ഓതി ഒരു ഖത്തം തീർക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് വർഷങ്ങൾക്കൊടുവിൽ അലി എന്നവർ മരണപ്പെട്ടു പോകുന്നത്. അലി എന്നവർ മരണപ്പെട്ടു പോയി. ഇനി എങ്ങനെയാണ് ഒരു ഖത്തം തീർക്കുക? ഒറ്റയ്ക്ക് ഓതി തീർക്കുമോ? തീർക്കാൻ കഴിയുമോ? ഹസൻ എന്നവർ തീരുമാനിച്ചു, ഉമ്മയുടെയും എന്റെ സഹോദരന്റെയും അഭാവം ഇവിടെ ഉറച്ചു നിൽക്കാൻ പാടില്ല, നിഴലിച്ചു നിൽക്കാൻ പാടില്ല. ഇന്നു മുതൽ ഞാനൊരു ഖത്തം ഓതുകയാണെന്ന് പറഞ്ഞ് രാത്രിയിൽ ഒറ്റയ്ക്ക് ഹസൻ എന്നവർ എല്ലാ രാത്രിയിലും ഒരു ഖത്തം ഓതി എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇതാണ് ദീനുമായുള്ള ബന്ധം.
ഇതാണ് ഖുർആനുമായുള്ള ബന്ധം. ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിച്ചാൽ റമദാനിലെങ്കിലും ഒരു ഖത്തം തീർത്തോ എന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് മറുപടി പറയാൻ കഴിയും? ചെറുപ്പക്കാരികളോട് ചോദിക്കട്ടെ ഞാൻ. എന്റെ ശബ്ദം ശവിക്കുന്ന ഈ മദ്രസയുടെ ചുറ്റുഭാഗത്തുള്ള തറയിട്ടാലിൽ കടന്നു വന്നിട്ടുള്ള പെങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, റമദാനിലെങ്കിലും നീ ഒരു ഖത്തം തീർത്തിട്ടുണ്ടോ? നിന്റെ ടിക്ടോക്കിന്റെ സമയം ഒരു ദിവസം 8 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെയാണ്. വാട്സപ്പിന് ഉപയോഗിക്കുന്നതും ഫേസ്ബുക്കിന് ഉപയോഗിക്കുന്നതും അതുപോലെ. എന്നാൽ വർഷത്തിൽ ഒരു ഖത്തം പൊന്നുപെങ്ങളെ നീ തീർത്തിട്ടുണ്ടോ? നിനക്ക് നിന്റെ റബ്ബുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നിന്റെ റബ്ബ് നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഏത് രീതിയിലുള്ള സഹായമാണ് നിനക്ക് വേണ്ടത്? നീ ഇന്ന് സുഖിക്കുന്നതും നീ ഇന്ന് ആഹ്ലാദിക്കുന്നതും ആനന്ദിക്കുന്നതും റബ്ബിന്റെ സഹായമല്ല, അത് റബ്ബിന്റെ ശാപമാണ്, അത് റബ്ബിന്റെ ശിക്ഷയാണ്. ഇതുപോലെ മത്സ്യങ്ങൾക്ക് ചൂണ്ടയിട്ട് കൊടുക്കുന്നത് പോലെ അള്ളാഹു നിനക്ക് ഇട്ടുതരുന്ന ചൂണ്ടയാണ്. മത്സ്യം ചൂണ്ട കടിക്കുമ്പോൾ അത് അകപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ ചൂണ്ട നീ കടിക്കുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് നീ അകപ്പെടും പൊന്നു പെങ്ങളെ. അതുകൊണ്ട് ഖുർആനിലേക്കൊന്ന് മടങ്ങിക്കോ. നിന്റെ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെച്ചോ. ഖുർആൻ ഒരു ഖത്തം നീ ഒരു ദിവസം ഓതണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതി തീർക്കാൻ എന്റെ പൊന്നു പെങ്ങളെ നിങ്ങൾ തയ്യാറാവണം. എന്റെ ചെറുപ്പക്കാരെ നിങ്ങളും തയ്യാറാവണം. ഇല്ലെങ്കിൽ അപകടമാണ് വരാനിരിക്കുന്നത്, പരാജയമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ, അള്ളാഹുമായി സംവദിക്കാൻ, അള്ളാഹു പറഞ്ഞതുപോലെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അപകടങ്ങൾ ഉണ്ടാവൂല, അപ്പൊ മക്കൾ ഒളിച്ചോടൂല, അപ്പൊ മാതാപിതാക്കളെ മക്കൾ വെറുപ്പിക്കൂല, അപ്പൊ മക്കൾ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെയും അടിമകളാവൂല. പരാജയം പേറി നടക്കുന്നതൊക്കെ ഖുർആനിനെ നമ്മൾ അവഗണിച്ചതുകൊണ്ടാണ്. ഖുർആനിൽ നിന്ന് മാറി നിന്ന് സോഷ്യൽ മീഡിയകളുടെ പിന്നാലെ യാതൊരു നിയന്ത്രണമില്ലാതെ നമ്മുടെ മക്കൾ പോയതുകൊണ്ടാണ്. സൂക്ഷിക്കുന്നവർക്ക് അല്ലാത്തവർ താൽക്കാലികമായ സുഖങ്ങൾ ആസ്വദിക്കും, പിന്നെ ശക്തമായ അല്ലാഹുവിന്റെ ഭയാനകമായ താക്കീത് ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. മഹാനായ അബൂ ഹാത്തിം എന്നവർ, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് എന്നവർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ജാഅ അന്ന മാലികൽ അശ്ജഇ, മാലികുൽ അശ്ജഇ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, ഉസിറ ബിനി ഔഫ്, എന്റെ മകൻ ഔഫിനെ ശത്രുക്കൾ ബന്ദിയാക്കി ചങ്ങലയിൽ കെട്ടി ബന്ധിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. എന്റെ മകൻ ഔഫ് എന്നവരെ ചങ്ങലയിൽ കെട്ടി ബന്ദിയാക്കി ശത്രുക്കൾ കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളത് നിങ്ങളുടെ മകന് എഴുതി അയക്കണം. എന്താ കാര്യം? മകനോട് മകനോട് എഴുത്തയച്ചു കൊടുക്ക്. അർസിൽ ഇലൈഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുക അൻ തുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കാൻ. എണ്ണമില്ല, അതിനൊരു കണക്കില്ല. 100 7 1000 കണക്കില്ല. ഒഴിവ് സമയങ്ങൾ മുഴുവനും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലാൻ നിങ്ങളുടെ മകനോട് പറയണം. ഒരു എഴുത്ത് കൊടുത്തേക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേപോലെ മാലികുൽ അശ്ജഇ എന്ന് പറയുന്ന പിതാവ് തന്റെ മകന് ഒരു എഴുത്ത് അയച്ചു കൊടുത്തു. പൊന്നുമോനെ, നീ എന്ത് ചെയ്യണം? എല്ലാ സമയവും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലണേ എന്ന് പറഞ്ഞു. അങ്ങനെ മകൻ അത് ചൊല്ലാൻ തുടങ്ങി. ചൊല്ലിത്തുടങ്ങി. ഇങ്ങനെ നിരന്തരമായി ചൊല്ലി ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ ചങ്ങലക്കെട്ടുകൾ താനെ പൊട്ടുകയാണ്. ചങ്ങലക്കെട്ട് ബന്ദിയാക്കിയ ചങ്ങലകൾ താനെ അഴിഞ്ഞു വീണു. ഇതാണ് ഞാൻ പറഞ്ഞത്, തജിദുഹു തുജാഹക്, അല്ലാഹുവിന്റെ മുമ്പിൽ വരും. ആരാ അഴിച്ചത്? അല്ലാഹുവാണ് അഴിച്ചത്. തജിദുഹു തുജാഹക്. ഒരു ദിവസം രാത്രി ചങ്ങലക്കെട്ടുകൾ താനെ അഴിഞ്ഞു വീണു. അഴിഞ്ഞു വീണപ്പോ രക്ഷപ്പെട്ടു. എല്ലാരും ഉറക്കിലാണ്. രാവിലെ കഴിഞ്ഞാൽ പിടികൂടും.
എല്ലാരും ഉറക്കിലാണ്. ആ സമയത്താണ് ചങ്ങലക്കെട്ട് അഴിയുന്നത്. ഉടനെ തന്നെ എണീറ്റു, പതുക്കെ പുറത്തിറങ്ങിയപ്പോൾ ഒട്ടകം കണ്ടു. ഒട്ടകത്തിന്റെ മുകളിൽ കയറി. ഒട്ടകത്തിന്റെ മുകളിൽ കയറി അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കാൻ നിൽക്കുമ്പോഴാണ് വേറെയും കുറെ ഒട്ടകങ്ങൾ പുറത്തു കണ്ടത്. ഒച്ച വെക്കാതെ ആ ഒട്ടകങ്ങൾ, 100 കണക്കിന് ഒട്ടകങ്ങളെ പതുക്കെ തെളിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തി. സുബഹയോടടുത്ത സമയമാകുമ്പോ വീട്ടിലെത്തി ഡോർ മുട്ടി. ആരാണ്? റബ്ബുൽ കഅബ, ഔഫാണോ എന്ന് പറഞ്ഞ് ഉമ്മയും ഉപ്പയും ചാടി വന്ന് ഡോർ തുറന്നപ്പോ സുബ്ഹാനല്ലാഹ്, വീടിന്റെ മുറ്റം നിറയെ ഒട്ടകങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഔഫേ, ഇതെന്താ? ഔഫ് ഉള്ള സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പൊ മഹാനായ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് മാലിക്കുൽ അശ്ജഇ എന്നവർ പറഞ്ഞു, ഖിഫ, നിങ്ങൾ അവിടെ നിൽക്ക്, ഉള്ളേക്ക് കയറണ്ട. ഹത്താ ആതി റസൂലല്ലാഹ് ഫഅസ്അലുഹു അൻഹാ, ഞാൻ നബിച്ചങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒട്ടകം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ. അഥവാ ശത്രുക്കളുടെ ഒട്ടകം മോഷ്ടിച്ചു കൊണ്ടുവരല്ലേ, ഈ ഒട്ടകം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നബിച്ചങ്ങളോട് ചോദിക്കട്ടെ. ഞാനൊന്ന് നബിച്ചങ്ങളുടെ അടുത്തേക്ക് പോയി വരുന്നത് വരെ ഒട്ടകൊന്നും നിങ്ങൾ തൊടല്ലേ എന്ന് മാലിക്കുൽ അശ്ജഇ എന്നവർ പറയുകയും നേരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് പോയി മകൻ വന്ന സംഭവം, കൂടെ ഒട്ടകം കടന്നു വന്ന സംഭവവും പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, ഇസ്നാ ബിഹാ മാ അഹ്ബബത, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. വമാ കുൻത സ്വാനിഅൻ ബിമാലിക, നിന്റെ സമ്പത്ത് നീ എങ്ങനെയാണോ ചെലവഴിക്കുന്നത് അതേപോലെ ആ ഒട്ടകങ്ങളെയും നിനക്ക് ഉപയോഗിക്കാമെന്ന് പറയുകയും ഉടനെ തന്നെ അല്ലാഹു ഒരു ആയത്ത് ഇറക്കുകയും ചെയ്തു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. ആയത്തിറക്കിയത് നിങ്ങൾ തഖ്വയുള്ളവരായാൽ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളിലും ഒരു പരിഹാരം തരും.